നമ്മൾ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഗണിതം കേട്ടോ, 7ാം ക്ലാസ്സിലെ ഗണിതമാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ സമാന്തരിക വരകൾ എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ എതിർവശങ്ങൾ തുല്യമാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒന്ന്. പിന്നെന്താണ്, സമാന്തരമായ രണ്ട് വരകളെ ഒരു ചരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ചെറിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്, ചെറിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്, വലിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ് അല്ലേ. പിന്നെ ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി ആവും എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ഇനി നമ്മളിവിടെ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ത്രികോണ കണക്കാണ് കേട്ടോ. അപ്പോൾ എന്താണ് ത്രികോണ കണക്ക് എന്നുള്ളത് നമുക്ക് ഈ രണ്ട് വരകൾ എന്താ സമാന്തരമാണ് അല്ലെ. മുകളിലെയും താഴത്തെയും വരകൾ എന്താണ് സമാന്തരമാണ്. അപ്പോൾ മുകളിലെ കോൺ കണക്കാക്കാമല്ലോ അല്ലെ. അപ്പൊ ഇത് സമാന്തരമാണെങ്കിൽ ഇവിടുത്തെ കോൺ നമുക്ക് കണക്കാക്കാമല്ലോ അല്ലെ. എങ്ങനെയാ? ഇത് രണ്ടും കൂടി എന്താണ് 180 ഡിഗ്രി ആയിരിക്കും കൂട്ടിയാൽ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, ഇത് 40 ആണ്, 180 40 കുറച്ച് എന്ത് കിട്ടും, 140 കിട്ടും അല്ലേ. കണ്ടില്ലേ, 140 കിട്ടി അല്ലേ. ഇനി ഈ കോൺ 140 ഡിഗ്രിയേക്കാൾ കുറച്ച് വരച്ചാൽ വരകൾ കൂട്ടിമുട്ടും അല്ലെ. ഈ കോൺ ഇങ്ങനെ നേരെ പോകുന്നത് എന്താണ്, ഇതിൽ 140 കുറച്ച് വരയ്ക്കുക നമ്മള്. കുറച്ച് വരച്ചാൽ എന്തായാലും എന്താക്കും, ഇത് കൂട്ടിമുട്ടും. അപ്പോൾ നമുക്ക് എന്താക്കുക, 60 ഡിഗ്രി കുറച്ച് വരയ്ക്കുക നമുക്ക് ഇവിടെ. അപ്പോൾ അങ്ങനെ 60 ഡിഗ്രി ഇതാ കുറച്ചിട്ടാണ് ഇതിങ്ങനെ പോകുന്നത്. ഈ 60 ഡിഗ്രി കുറച്ച് വരയ്ക്കുക ഇവിടെ. അങ്ങനെ ആകുമ്പോൾ ഇത് കൂട്ടിമുട്ടിയത് കണ്ടില്ലേ. അപ്പോൾ എന്തായി, ഇതൊരു ത്രികോണമായി അല്ലേ. അതിലെ കോണുകൾ ഏതൊക്കെയാണ്? ഇടത്തെ കോണ് നേരത്തെയുള്ള 40 തന്നെ അല്ലേ. മുകളിലെ കോൺ എന്താണ് 140, ഈ 60 കുറച്ച് എത്ര 80 കിട്ടും അല്ലേ. അപ്പോൾ ഇത് 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇനി മറ്റേ കോൺ എങ്ങനെ കിട്ടുക? മൂന്നാമത്തെ കോൺ എങ്ങനെ കിട്ടുക? ആദ്യത്തെ സമാന്തര വരകളെ ഇപ്പോൾ വരച്ച ചരിഞ്ഞ വര കൂട്ടിമുട്ടുമ്പോൾ താഴത്തെ വരയിൽ ഉണ്ടാകുന്ന ചെറിയ കോണാണല്ലോ ഇത് അല്ലേ. അങ്ങനല്ലേ. ഈ വരേനെ നമ്മളെന്താണ്, ആദ്യ സമാന്തര വര ഇപ്പോൾ വരച്ച ചരിഞ്ഞ വര കൂട്ടിമുട്ടുമ്പോൾ താഴത്തെ വരയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ കോണാണ് ഇത് അല്ലേ. അപ്പൊ ഇതും അല്ലേ തുല്യമാണ്. അതിന്റെ അളവ് ഈ വര മുകളിലെ വരയുമായി ഉണ്ടാകുന്ന ഒരു ചെറിയ കോണിന്റെ അളവ് തന്നെയാണ് അല്ലേ. അപ്പൊ എത്രയാണ്, ഇത് 60 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ. അങ്ങനെ ആവുമ്പോൾ മുകളിൽ ഉണ്ടായ ഒരു ചെറിയ കോൺ 60 ഡിഗ്രി അല്ലേ. അപ്പോൾ താഴെ ഉണ്ടാകുന്ന ചെറിയ കോൺ എന്താണ്, 60 ഡിഗ്രി തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ്, ഇത് 80 ഡിഗ്രി കിട്ടി, ഇത് 40 ഡിഗ്രി, ഇത് 60 ഡിഗ്രി അല്ലെ. അതായത് മുകളിൽ കുറഞ്ഞ 60 ഡിഗ്രി ത്രികോണത്തിലെ കോണായി മാറി അല്ലെ. ത്രികോണത്തിലെ ഈ കോണിന്റെ മുകളിലെ കോണിന്റെയും തുക എത്രയാണ്, 80, 60, 140 അല്ലെ. ഇനി ഈ ചിത്രം നോക്കിയേ, 80, 60 എത്രയാണ്, 140 കിട്ടി അല്ലേ. അതന്നെ, അത് രണ്ടും കൂടി കൂട്ടിയാൽ ഈ നേരെ വരച്ച സമാന്തരമായുള്ള വരച്ച ഈ ഇതുണ്ടല്ലോ, ഇത് 140 അല്ലായിരുന്നോ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാലും ഈ 140 കിട്ടും. ഓക്കെ. ഇനി നോക്കൂ, ഈ ചിത്രം നോക്കൂ, ഇവിടെ 50 ഡിഗ്രി ആണ് അല്ലേ. ഇനി ഈ ത്രികോണത്തിലെ മറ്റു രണ്ട് കോണുകളുടെ തുക കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും എത്രയാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ കണക്കിൽ ത്രികോണത്തിന്റെ വലതുവശം വന്നത് സമാന്തര വരയ്ക്ക് പകരം ചരിച്ചു വരച്ചിട്ടാണ് അല്ലെ. ഇതിങ്ങനെ ചരിച്ചു വരച്ചിട്ടായിരുന്നല്ലോ. ഇനി ഇവിടെ മറിച്ചാലോചിക്കുക, എന്താണ്, ചരിഞ്ഞ വലതുവശത്തിന് പകരമോ സമാന്തര വര അത്തരം ഒരു വര ഇടതുവശവുമായി ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കുന്ന ചോദിച്ചിരിക്കുന്നത്. അതായത് ചരിഞ്ഞ വലതുവശത്തിന്റെ പകരം സമാന്തര വര അത്തരം ഒരു വര ഇടതുവശവുമായി ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കുന്നതാണ്. അപ്പോ ത്രികോണം വരച്ചപ്പോൾ ഈ കോൺ രണ്ട് ഭാഗമായി, ഒരു ഭാഗം ത്രികോണത്തിലെ മേൽക്കോണായി, മറുഭാഗമോ ഇത് മേൽക്കോണായി അല്ലെ. മറുഭാഗമോ, അതായത് മുകളിലെ 130 ഡിഗ്രി കോണിന്റെ ഒരു ഭാഗം ത്രികോണത്തിന്റെ മേൽക്കോണും മറുഭാഗം ത്രികോണത്തിലെ വലതുകോണുമാണ്. അപ്പോൾ ത്രികോണത്തിലെ ഈ കോണുകളുടെ തുക എത്രയാണ്, 130 ഡിഗ്രി അല്ലെ. ഈ കണക്കുകളിൽ നിന്ന് കിട്ടിയ കാര്യം പൊതുവായി എങ്ങനെ പറയാം, ഒരു ത്രികോണത്തിലെ ഒരു കോണിന്റെ അളവ് 180 ഡിഗ്രിയിൽ നിന്ന് കുറച്ചാൽ മറ്റ് രണ്ട് കോണുകളുടെ തുക കിട്ടും. ഓക്കെ. ഉദാഹരണമായി ത്രികോണത്തിലെ ഒരു കോൺ 60 ഡിഗ്രി ആണെങ്കിൽ മറ്റു രണ്ട് കോണുകളുടെ തുക എന്താണ്, 180 60 കുറച്ചാൽ 120 അല്ലെ. തുകയാണ് കേട്ടോ. ത്രികോണങ്ങളുടെ 3 കോണുകളുടെയും തുക ഇപ്പൊ എത്രയാ, 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ ഇവിടെ പഠിക്കാനുള്ള എന്താ വെച്ചാല്, എല്ലാ ത്രികോണത്തിലെയും ഏത് ത്രികോണത്തിലെയും കോണുകളുടെ ഒക്കെ തുക എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇതിപ്പോ ത്രികോണാണ് അല്ലെ. അതിപ്പോ ത്രികോണായത് ഈ ത്രികോണം ഈ കോണും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അത് മനസ്സിൽ വെക്കണം. ഈ ത്രികോണത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്, 180 ഡിഗ്രിയാണ്. ഏത് ത്രികോണത്തിലെയും കോണുകളുടെ എല്ലാം തുക എത്രയാണ്, 180 ഡിഗ്രിയാണ്. ഇനി അടുത്ത നോക്കൂ, ഈ കണക്ക് നോക്കൂ.
ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു കോൺ 40 ഡിഗ്രിയാണ്. മട്ടമല്ലാത്ത മറ്റേ കോൺ എത്ര ഡിഗ്രിയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും പറയാ? ഇതാണ് മട്ടം അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാഗം എന്താ 90 ഡിഗ്രിയാണ് അല്ലെ. ഒരു ഭാഗം 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രി 90 ഡിഗ്രിയാണ്. മറ്റേ കോൺ എത്ര പറഞ്ഞാൽ 40 ഡിഗ്രി. ഏതെങ്കിലും ഒരു കോൺ എത്ര 40 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺ 40 ഡിഗ്രി ആക്കി എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് 90 ഡിഗ്രി എന്താണ് ത്രികോണത്തിന്റെ എല്ലാ ത്രികോണം ഏത് ത്രികോണാണെങ്കിലും അതിന്റെ കോണുകളുടെ ഒക്കെ തുക എത്ര 180 ആയിരിക്കും. അപ്പൊ ഇതും ഈ കോണും ഈ കോണും ഈ കോണും കൂടി കൂട്ടിയ എത്ര 180 ഡിഗ്രിയാണ് അല്ലെ. അങ്ങനെ ആവുമ്പോൾ എന്താണ് നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 180 കുറച്ചാൽ എന്താണ് ഈ കോണിന്റെ അളവ് കിട്ടും അല്ലെ. അപ്പൊ 90 + 40 എത്ര 130 അല്ലെ. അപ്പം 180 130 കുറച്ചാൽ എത്രയാ 50 കിട്ടും. അപ്പൊ ഈ അളവ് എത്ര ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും കേട്ടോ. 50 ഡിഗ്രി ആയിരിക്കും എന്ത് ഈ കോണിന്റെ അളവ്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മറ്റൊരു തരത്തിൽ നമുക്ക് ആലോചിക്കുക. എങ്ങനെയാ തന്നെ ടീച്ചർ പറഞ്ഞല്ലേ. അപ്പൊ ഇങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. 3 കോണുകളുടെ അളവ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ ഒന്ന് മട്ടം എന്ന് പറയുമ്പോൾ 90, ഒന്ന് 40 തോന്നുന്നുണ്ട് അല്ലെ. അപ്പോൾ മറ്റേ കാണാൻ 180 എന്താണ് മറ്റേ രണ്ടും കൂടി കൂട്ടിയ തുക നമ്മൾ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ അടുത്തത് എന്താന്ന് നോക്കിയേ. പിന്നെ എന്താണ് ഒരു ത്രികോണത്തിലെ ഒരു കോൺ 72 ഡിഗ്രിയാണ്. മറ്റ് 2 കോണുകൾക്ക് ഒരേ അളവാണ്. അവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ എങ്ങനെ നമുക്ക് പറയാം? അതായത് ഒരു ത്രികോണത്തിലെ കോണ് 72 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ എത്രയാണ്? 72 ഡിഗ്രിയാണ് അല്ലെ. ഇവിടെ 72 ഡിഗ്രിയാണ്. ഇത് രണ്ടും എന്താണ് ഈ കോണിന്റെയും ഈ കോണും ഒരേ അളവാന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാത്? ആദ്യം 180 72 കുറയ്ക്കുക അല്ലെ. അപ്പൊ 108 എന്ന് കിട്ടും. എന്നിട്ട് എന്താക്കുക? 108 എന്താക്കുക? പകുതിയാക്കിയാൽ മതി അല്ലെ. അപ്പൊ ഇവിടുത്തെ അളവ് കിട്ടും അല്ലെ. 108 പകുതിയാക്കി നമുക്ക് എന്താ കിട്ടുക? അത്ര 54 അല്ലെ. അപ്പൊ ഇത് എത്ര ആയിരിക്കും? ഇവിടെ എത്രയാണ്? ഇവിടെ 54 അല്ലെ. ഇവിടെ 54 ആയിരിക്കും. ഇവിടെയോ? ഇവിടെ 54. ഇതും എത്രയാണ്? 54 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ത്രികോണത്തിന്റെ കോണുകളുടെ ഒക്കെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ ഒരളവ് തന്നാൽ മറ്റേ രണ്ടും ഒരേ അളവാന്ന് പറഞ്ഞാൽ എന്താ? 180 ആ തന്നിരിക്കുന്ന അളവ് കുറച്ചിട്ട് എന്താണ് ആ കേട്ടിയ ഉത്തരത്തിനെ പകുതിയാക്കിയാൽ മതി. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ. ഇനി ഈ കണക്കുകൾ ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണം വരയ്ക്കുക. ഈ ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ത്രികോണം എങ്ങനെയൊക്കെ വരയ്ക്കുക? പല രൂപത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലെ. നമുക്കൊന്ന് നോക്കുക. ആദ്യം എന്താണ് ഒരു 5 സെന്റിമീറ്ററിലാണ് ആദ്യം വരയ്ക്കേണ്ടത് അല്ലെ. ഇത് 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ പ്രൊട്രാക്ടർ എടുത്ത് 40 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് എന്താക്കുക? അങ്ങനെ വരയ്ക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? 60 ഡിഗ്രിയാണ് അല്ലെ. അങ്ങനെ പ്രൊട്രാക്ടർ ഇവിടെ എടുത്തിട്ട് 60 ഡിഗ്രിയിൽ എന്താക്കുക? നമുക്ക് ഇങ്ങോട്ടേക്ക് 60 ഡിഗ്രിയിൽ വരയ്ക്കുക. ഓക്കെ, അപ്പൊ 60 ഡിഗ്രി വരച്ചാൽ നമുക്ക് എന്താക്കി ഈ ത്രികോണം വരയ്ക്കാൻ കഴിയും കേട്ടോ. 5 സെന്റിമീറ്ററിൽ. അല്ലെങ്കിൽ വേറെ മെത്തേഡിൽ പറയുന്നത് എന്താ വെച്ചാൽ വേറെ എന്ത് മെത്തേഡിൽ ചെയ്യാം? അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുക അല്ലെ. എന്നിട്ട് എന്താക്കുക? ഇവിടെ 80 ഡിഗ്രി എടുക്കുക. മൊത്തം 180 അല്ലേ. അപ്പൊ 60 40 100 180 100 കുറച്ചാൽ 80. അപ്പൊ ഇവിടുത്തെ അളവ് വെച്ച് പ്രൊട്രാക്ടർ വെച്ചിട്ട് നടന്നാലേ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ വരയ്ക്കണം എന്നില്ല, ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? അടുത്ത ചോദ്യം നോക്കുക. ചിത്രത്തിൽ ചതുരത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കാനാ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ചിത്രത്തിൽ ചതുരത്തിനകത്തൊരു ത്രികോണം വരച്ചിരിക്കുന്നത്. ചതുരാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ത്രികോണം വരച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഇവിടുത്തെ ഈ അളവ് എത്രയാണ്? ഇവിടുത്തെ അളവ് എത്രയാണ്? ഇവിടുത്തെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ് അല്ലെ. പല മെത്തേഡിൽ നമുക്ക് കാണാം അല്ലെ. നമുക്ക് എന്താണ് സമാന്തര വരച്ച് കാണാം, അല്ലെങ്കിൽ എന്താണ് ചതുരത്തിന് മട്ടാന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇത് നോക്കിയാൽ എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ 90 ഡിഗ്രി ആവുമ്പോൾ ഇവിടെ വരുമ്പോ എത്ര വരും? 90 40 കുറച്ചാൽ ഇവിടെ എത്രയായി? ഇവിടെ 50 കിട്ടും അല്ലെ. അപ്പൊ ഈ അളവ് എത്രയാണ്? ഈ അളവ് ഇതിന്റെ ഉള്ളിലുള്ള ഈ അളവ്
ഈ അളവ് എത്രയാണ് 50 ഡിഗ്രിയും കിട്ടും അല്ലേ. അതായത് മൊത്തം എത്രയാണ്, ചതുരം ആയതുകൊണ്ട് ഇത് മട്ടാണ് അല്ലേ. അപ്പൊ മട്ടാവുമ്പോൾ 90 ഡിഗ്രിയാണ്. അപ്പൊ 90 40 കുറച്ചാൽ ഈ അളവ് 50 കിട്ടും. ഇനി ഈ അളവ് കിട്ടാൻ എന്താ നമുക്ക് ചെയ്യാം, ഇത് മട്ടാണ് അല്ലേ. മട്ടാവുമ്പോ എന്താണ്, ഇത് മട്ടാവുമ്പോ ഇത് മട്ടാണ് അല്ലേ. അപ്പൊ മട്ടാവുമ്പോ എന്താണ്, ഇത് 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പൊ 90 25 കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, ഇത് 65 ഡിഗ്രിന്ന് കിട്ടും അല്ലേ. ഇത് മട്ടാണ് അല്ലേ. ഇത് മട്ടായതുകൊണ്ട് 90 ഡിഗ്രിയാണ്. 90 25 കുറച്ചാൽ 65 കിട്ടും. അതുപോലെ ഇതെന്താണ്, 90 40 കുറച്ചാൽ 50 കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് ഈ ത്രികോണത്തിന്റെ ഈ കോണും കിട്ടി. ഇനി ഈ കോൺ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം എന്താ, ത്രികോണത്തിന്റെ 3 കോണും കൂടി കൂട്ടി എത്രയാ 180 ഡിഗ്രിയാന്ന് നമുക്കറിയാം അല്ലെ. എത്രയാണ്, 180 ഡിഗ്രിയാന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്താണ്, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 180 കുറച്ചാല് എന്താണ്, നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ 180 ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറയ്ക്കുക അല്ലെ. അപ്പം ആദ്യം എന്താക്കുക, ഇത് രണ്ടും കൂടി കൂട്ടി വെക്കുക. 65 50 എത്രയാണ്, 115 അല്ലെ. 115 180 കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും, അപ്പൊ എന്താ ഇവിടെ കിട്ടിയ നമുക്ക് 65 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാണ് 65 എഴുതുക അല്ലെ. 65 ഡിഗ്രി മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് എന്ത്, ഈ ഇതിൻ്റെ ഉള്ളിലുള്ള കോൺ എന്താണ്, ഈ ചിത്രത്തിൽ ചതുരത്തിനകത്ത് ഒരു ത്രികോണം വരച്ചില്ലേ, ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കോണുകളുടെ അളവുകൾ ഏതൊക്കെയാണ്, ഒന്ന് 65 ഡിഗ്രി, ഇത് 65 ഡിഗ്രി, ഇത് 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് കേട്ടോ. ഇനി അടുത്ത് എന്താ, ചിത്രത്തിലെ താഴത്തെയും മുകളിലെയും വരകൾ സമാന്തരമാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. ചിത്രത്തിലെ ഈ മുകളിലുള്ള ഈ വരയും താഴെയുള്ള ഈ വരയും എന്താണ്, സമാന്തരമാണ്. താഴത്തെ ത്രികോണത്തിലെ 3-ാം കോണും താഴത്തെ ഈ ത്രികോണത്തിലെ ഈ കോണും അതുപോലെ മുകളിലെ ത്രികോണത്തിലെ എല്ലാ കോണുകളും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റൂ അല്ലെ. എങ്ങനെ നമുക്കിത് പറയാം, ഇത് ഒരു കോണാണ്, ഇത് ത്രികോണാണ് അല്ലെ. ത്രികോണായതുകൊണ്ട് അതിന്റെ കോണിന്റെ അളവ് എത്രയാണ്, 180 ഡിഗ്രി. അത് മറക്കരുത് കേട്ടോ. അപ്പൊ ത്രികോണത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്, 180 ഡിഗ്രിയാണ് അല്ലെ. അല്ല 3 കോണുകൾ കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അങ്ങനെ ആകുമ്പോൾ 2 കോണിന്റെ അളവ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 കോണിന്റെ അളവ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഈ കോണിന്റെ അളവ് എത്ര ആയിരിക്കും, ഈ 2 തന്നിരിക്കുന്ന 2 കോണും കൂട്ടുക, എന്നിട്ട് 180 നമുക്ക് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ ഈ 35 45 എത്രയാണ്, 35 45 80 അല്ലെ. അപ്പൊ 80 എന്ന് കിട്ടും. അപ്പൊ എന്താക്കുക, 180 ഈ 80 കുറച്ച് എത്രയാണ്, നമുക്ക് 100 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഈ കോണിന്റെ ഈ അളവ് എത്രയാണ്, 100 ആയിരിക്കും. ഓക്കെ, ഇത് 100 ആണ്. ഈ കോണിന്റെ അളവ് 100 ഡിഗ്രി എന്ന് എഴുതാം. 100 ഡിഗ്രി. ഓക്കെ, 100 ഡിഗ്രിയാണ് അല്ലേ. അപ്പം 35 45 100 കൂടി കൂട്ടി എത്ര കിട്ടി, 100 45 145 35 എത്രയാണ്, 150 180 ആയി അല്ലേ. ഇനി നമുക്ക് ഈ ത്രികോണത്തിന്റെ ഈ അളവുകൾ കാണാം. അപ്പൊ ഇതെങ്ങനെ കാണും, നമുക്ക് ഈ അളവ് എത്രയാണ്, ഇത് നമുക്കറിയാം, ഇത് ഒരു ലൈനുകൾ ഇതാണ് അല്ലേ. അപ്പൊ അത് എതിർ കോണുകൾ തുല്യാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എത്രയാണ്, ഇത് 100 ആയിരിക്കും. ഓക്കെ, ഇത് 100 ഡിഗ്രി, ഇത് 100 ഡിഗ്രി. ഓക്കെ, ഇനി എന്താണ്, ഇത് 100 ഡിഗ്രി ആവും. ഇനി ഈ കോണം എങ്ങനെ ആയിരിക്കും നമുക്കറിയാം അല്ലെ. ഇത് 45 ആണെങ്കിൽ ഇതിന്റെ നേരെ ഇതുള്ളത് എത്ര, ഇത് 45 ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് 45 ഡിഗ്രി. ഓക്കെ, പിന്നെ ഇതെങ്ങനെയാണ്, ഇത് 35 ആണെങ്കിൽ ഇത് 35 ആയിരിക്കും. ഓക്കെ, 35 ഡിഗ്രി. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ ത്രികോണത്തിന്റെയും കോണ് കിട്ടി അല്ലേ. ഇത് 100 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഇത് 35 ഡിഗ്രി. ഓക്കെ, മുകളിലത്തെ എല്ലാ കോണുകളും കണക്കാക്കുക. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, അടുത്ത ചോദ്യം നോക്കൂ. ചിത്രത്തിൽ വലിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾ ചെറിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾ സമാന്തരമാണ്. എങ്ങനെയാണ്, ചിത്രത്തിൽ വലിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾ ചെറിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾ സമാന്തരം. അതായത് ഇതും പിന്നെ ഏതാണ്, ഇതും സമാന്തരം. ഓക്കെ, അതേപോലെ ഇതും സമാന്തരമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വലിയ ത്രികോണത്തിന്റെ മറ്റ് 2 കോണുകളും ചെറിയ ത്രികോണത്തിന്റെ 3 കോണുകളും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ വലിയ ത്രികോണത്തിന്റെ മറ്റ് 2 കോണുകൾ, ഈ കോണും കാണണം, ഈ കോണും നമുക്ക് കാണണം. പിന്നെയോ
പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ചെറിയ ത്രികോണത്തിന്റെ 3 കോണുകളും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ കണക്കാക്കാം? അപ്പൊ നമുക്ക് ഇതെങ്ങനെ പറയാ, ഇവിടെ 60 ഇവിടെ 70 അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ 180 ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെ ആകുമ്പോ 180 അല്ലെ, മൊത്തം 180 ആയിരിക്കും. അപ്പൊ മൊത്തം 180 ആവുമ്പോ ഇത് മൊത്തം 180 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഈ അളവ് കിട്ടണമെങ്കിൽ 180 ഇത് രണ്ടും കൂട്ടിയത് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ 180 ഈ 70ഉം 60ഉം കൂടി കൂട്ടിയത് എത്രയാണ്? 70 60 കൂട്ടി എത്ര? 130 കിട്ടും അല്ലെ. അപ്പൊ 130 180 130 കുറച്ചാൽ 50 കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 50 ഡിഗ്രി ആയിരിക്കും കേട്ടോ. എത്ര? 50 ഡിഗ്രിയാണ് എന്ത് ഇവിടുത്തെ ഈ കോണിന്റെ അളവ്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കൂ, ഡിഗ്രി എന്ന് എഴുതണം കേട്ടോ. അവിടെ 50 ഡിഗ്രി എന്ന് എഴുതുക. ഇനി അടുത്തത് ഇതെത്ര നോക്കുക, ഈ അളവ് എത്രയാണ്? ഇവിടെ നമുക്കിത് സമാന്തര എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ലൈനും സമാന്തര എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 60 ആയിരിക്കും കേട്ടോ. സമാന്തര അല്ലേ, നമുക്കറിയാലോ അല്ലെ, ഇതും 60 എന്നുള്ളത് അറിയാം അല്ലെ. അപ്പൊ ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, കണ്ടോ? അപ്പൊ 60 ഡിഗ്രിന്ന് കിട്ടി. ഇനി ഇത് 60 ഡിഗ്രിന്ന് കിട്ടി. ഇനി ഈ കോണളവ് എത്ര ആയിരിക്കും? നമുക്കറിയാം ത്രികോണത്തിന്റെ തുക എത്രയാണ്? കോണിന്റെ തുക എത്രയാണ്? 3 ത്രികോണത്തിന്റെ കോണ്, ഈ അതായത് ഒരു ത്രികോണത്തിന്റെ 3 കോണും കൂടി കൂട്ടിയ 180 ഡിഗ്രിന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് മൊത്തം 180 നമുക്കറിയാം. അപ്പം ഈ അളവ് കിട്ടണമെങ്കിൽ എന്താണ് ഇത് രണ്ടും കൂടി കൂട്ടിയ 180 കുറച്ചാൽ മതി അല്ലെ. അപ്പൊ 50 60 എത്ര? 110 അല്ലെ. അപ്പൊ 180 ഈ 110 കുറച്ചാൽ എത്ര കിട്ടുക? എത്രയാണ്? 70 കിട്ടും അല്ലെ. അപ്പോൾ ഇവിടുത്തെ ഈ കോണിന്റെ ഈ അളവ് എത്രയാണ്? 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ഈ കോണിന്റെ അളവ് എത്രയാണ്? 70 ഡിഗ്രി. അപ്പോൾ മനസ്സിലായല്ലോ ഈ ത്രികോണത്തിന്റെ. അപ്പോൾ ഈ ത്രികോണത്തിന്റെ 3 കോണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ളത് ഈ വലിയ ത്രികോണത്തിന്റെ ഈ 2 അളവ് കിട്ടാനുണ്ട് അല്ലെ. ഒന്ന് നമുക്കറിയാം 60 എന്നുള്ളത്. എപ്പോൾ ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? ഇതെത്രയാണ്? ഇത് സമാന്തരമാണ് അല്ലെ. ഈ ലൈനും സമാന്തര എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് എത്രയാണ്? ഇത് 50 ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് എത്രയാണ്? ഇത് 50 ഡിഗ്രി. ഓക്കെ, ഇത് 50 ഡിഗ്രിയാണ് ഈ കോണിന്റെ അളവ്. ഓക്കെ, ഇനി അങ്ങനെ ആകുമ്പോൾ ഈ കോണിന്റെ അളവ് എത്രയായിരിക്കും? ഈ കോണിന്റെ അളവ് എങ്ങനെയാ? ഒന്ന് പോസ് ആക്കി നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ഇത് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് പറഞ്ഞു അല്ലെ. ത്രികോണത്തിന് 3 കോണും കൂടി കൂട്ടി എത്രയാണ്? 180 ഡിഗ്രി കിട്ടും എന്നുള്ളത് അറിയാം അല്ലെ. അപ്പൊ ഈ അളവ് 50ഉം ഈ അളവ് എത്ര? 60ഉം ആണ് അല്ലെ. അങ്ങനെ ആകുമ്പോൾ ഈ അളവ് കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 180 അങ്ങ് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ 60ഉം 50ഉം എത്രയാണ്? 110 അല്ലെ. 110. അപ്പൊ 180 ഈ 180 110 കുറച്ചാൽ എന്താ കിട്ടുക നമുക്ക്? എത്രയാണ്? 70 കിട്ടും അല്ലെ. അപ്പൊ അത് എത്രയാണ്? 70 ഡിഗ്രി എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കൂട്ടി വെക്കുക 3ഉം കൂടി. എത്രയാണ്? 3ഉം കൂടി കൂട്ടിയാൽ 180 കിട്ടുന്നുണ്ടോ? അപ്പം ഇതാണ് 180 കിട്ടും അല്ലെ. ഓക്കെ, അപ്പം ഈ ത്രികോണത്തിന് എന്താണ് 3 കോണുകൾ നമ്മൾ എന്താക്കി കണക്കാക്കി അല്ലെ. വലിയ ത്രികോണത്തിന്റെ കോണും കണക്കാക്കി, ചെറിയ ത്രികോണത്തിന്റെ കോണുകളും കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളിതിൽ മെയിൻ മനസ്സിലാക്കാനുള്ള എന്താ വെച്ചാല് ത്രികോണത്തിന്റെ 3 കോണുകളുടെയും തുക എത്രയാണ്? 3 കോണുകളും കൂടി കൂട്ടിയാല് 180 ഡിഗ്രി കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കിയേ. എന്താണ് അടുത്ത ചോദ്യം? ചിത്രത്തിൽ സാമാന്തരികത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ഓക്കെ, ചിത്രത്തിൽ സാമാന്തരികത്തിനകത്ത് എന്താണ്? ഒരു ത്രികോണം വരച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സമാന്തരികത്തിനടുത്ത് എന്താണ്? കോണുകളാണ്. ത്രികോണം വരച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോ ഇത് എന്താ? സാമാന്തരികമാണ് അല്ലെ. നേരത്തെ ചതുരം ആയതുകൊണ്ട് നമുക്ക് മട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അല്ലെ. പക്ഷെ ഇതെന്താ? മട്ട അല്ല അല്ലെ. 90 ഡിഗ്രി അല്ല വരിക. അപ്പൊ എന്താണ്? ഈ ത്രികോണത്തിന്റെ കോണുകൾ എങ്ങനെ നമ്മൾ കണക്കാക്കും? അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് 110 തന്നിട്ടുണ്ട്, ഇവിടെ തന്ന 60, ഇവിടെ തന്ന 30 ആണ് അല്ലെ. എങ്ങനെ കണക്കാക്കുക? അപ്പൊ ഇവിടെ ഒരു സാമാന്തരിക ഞാൻ വരച്ചേ. ഇനി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇതന്നെ വിചാരിച്ചു. അപ്പൊ ഇവിടെ 110 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ 110 തന്നിട്ടുണ്ട്. എന്താണ്? ഇവിടെ 110 തന്നിട്ടുണ്ട്.
ഇവിടെ 110 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഈ അളവ് എത്രയാണ്, ഈ അളവ് എത്രയാണ്, ഈ അളവ് എത്രയാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് സാമാന്തരിക ആവുമ്പോൾ നമ്മൾ പറഞ്ഞ ഇത് 110 ആണ്. ഇതിന് നേരെ എതിർവശമുള്ള ഈ കോൺ എന്തായിരിക്കും, 110 ആയിരിക്കും അല്ലേ. ആ കോൺ എത്രയാണ്, 110. ഓക്കെ, ഇത് എത്രയാണ്, 110 ആണ്. ഓക്കെ, 110, ഇത് 110. അങ്ങനെ ആകുമ്പോൾ ഈ കോൺ എത്ര ആയിരിക്കും, ഈ കോൺ എത്രയാണ്, ഈ കോൺ എത്രയാണ് വരുന്നത്. അപ്പോൾ ഇത് സാമാന്തരികമാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ കോണും തുല്യമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഈ കോണും തുല്യമായിരിക്കും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇത് എത്രയാണ്, 150 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എന്താണ് അതിന്റെ ഈ അളവ് ഇങ്ങനെ 150 ഡിഗ്രി ആയിരിക്കും നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ എന്താണ് 150 ഈ 110 കുറയ്ക്കുക, അപ്പൊ എത്ര 70 കിട്ടും അല്ലേ. അപ്പൊ ഈ അളവ് എത്രയാണ്, ഇത് 70 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായി, ഇതും 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് 70 ഡിഗ്രി കണ്ടോ. അപ്പൊ ഇത് 70 ഡിഗ്രി. അതേപോലെ തന്നെ ഇതും എത്രയാണ്, ഇതും 70 ഡിഗ്രിയാണ് കേട്ടോ. ഇതും എത്രയാണ്, 70 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്താണ് ഇത് 70 ഡിഗ്രി 110 ഡിഗ്രി 70 ഡിഗ്രി 110 ഡിഗ്രി നമുക്ക് കിട്ടി അല്ലേ. അപ്പൊ ഇത് 110 ആണെങ്കിൽ ഇത് എത്രയാണ്, ഇത് 110 ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് 110, ഇത് മൊത്തമായിട്ട് 110 ആണ് വരുന്നത് അല്ലെ. ഇത് മൊത്തമായിട്ട് 110 ആണ് വരുന്നത്. അപ്പൊ 110 ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് എത്ര, 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അളവ് എത്ര ആയിരിക്കും മക്കളെ, 110 ഈ 60 കുറയ്ക്കുക അല്ലെ. അപ്പൊ എത്രയാ, 50 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഈ അളവ് എത്രയാണ്, ഈ കോണിന്റെ അളവ് 50 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഒരു അളവ് കിട്ടിയില്ല നമുക്ക്. അപ്പൊ 50 ഡിഗ്രി ഈ ഉള്ളത്തെ ഈ കോണിന്റെ കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, ഇനി ഇത് അല്ലെ. ഇത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യാ, ഇത് എത്രയാ, 70 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ കിട്ടിയതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് 70 അപ്പം എന്താണ് 70 എവിടുന്ന് മുതലാണ്, ഇത് മൊത്തമാണ് ഇല്ലേ 70. ഇത് മൊത്തമാണ് എന്ത് 70 വരുന്നത് അല്ലെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ്, 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 70 30 കുറച്ചാൽ എത്രയാ, 40 ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഈ ചെറിയ ഈ കോണിന്റെ അളവ് എത്രയാണ്, ഇത് 40 ആയിരിക്കും അല്ലെ. 70 30 കുറച്ചാൽ 40. അപ്പൊ ഇത് എത്രയാ, 40 ഡിഗ്രി. ഓക്കെ, 40 ഡിഗ്രി. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടി, 40 ഡിഗ്രിന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇത് 40ഉം ഇത് 50 ഡിഗ്രിയും കിട്ടി. പിന്നെ ഈ കോൺ എത്ര ആയിരിക്കും, അപ്പൊ ഈ ത്രികോണത്തിന്റെ ഈ കോൺ എത്ര ആയിരിക്കും, നമുക്ക് അറിയാലേ. ത്രികോണത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്, 180 ഡിഗ്രിയാണ് അല്ലെ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 180 കുറച്ചാൽ മതി അല്ലെ. അപ്പൊ 50 40 എത്ര, 90 അല്ലെ. 90 180 90 കുറച്ചാൽ എത്രയാ, 90 അല്ലെ. അപ്പൊ എത്രയാ, ഈ ഇവിടുത്തെ ഈ കോണ് 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ. അപ്പോൾ ഇത് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് എല്ലാ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള ത്രികോണത്തിൽ എല്ലാ കോണുകളും നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ. കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല അല്ലേ. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പുറമെ വേറെ വരയ്ക്കുക, എന്നിട്ട് വരച്ചതിന് ശേഷം നമ്മൾ എന്താക്കുക അതിലേക്ക് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ മാത്സ്. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കേണ്ട, ടെൻഷൻ ആവണ്ട, ഇത്ര വലിയ പഠിക്കാനുണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട, സിമ്പിളാണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററായ സമാന്തര വരകൾ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്